തീർച്ചയായും ഒരു മാസമായിട്ടില്ല സർക്കാർ വന്നിട്ട്, വിലയിരുത്താനുള്ള സമയമൊന്നും ആയിട്ടില്ല. എങ്കിൽ പോലും നന്നായി തുടങ്ങി എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. വിവാദങ്ങൾ ഉണ്ടാവും, വിവാദങ്ങൾ കേരളത്തിൽ ചെറുതല്ല. അത് നടക്കട്ടെ. രാഷ്ട്രീയ വിവാദങ്ങളായി ചർച്ച ചെയ്യട്ടെ. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലി എന്നുള്ളത് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. അതുപോലെ മന്ത്രിമാരുടെ MLA-മാരുടെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ കുറച്ചേ ചൊല്ലിയുള്ളൂ. അത് പ്രതിപക്ഷം അംഗീകരിച്ചു. ആദ്യത്തെ 4 വരി അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റാൻസ് ആർക്കും കുഴപ്പമില്ല. ആ പ്രശ്നം അവിടെ തീരുന്നു. പിന്നെ സതീശന്റെ അച്ഛന്റെ പേര് പറഞ്ഞത് ചിലർക്കൊക്കെ പിടിച്ചിട്ടില്ല. അത് ദാമോദര മേനോൻ എന്ന് പറഞ്ഞത്, അവനവന്റെ അച്ഛന്റെ പേര് പിന്നെ വേറൊരാളുടെ അച്ഛന്റെ പേര് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അച്ഛന്റെ പേര് പറയുന്നത് പ്രത്യേകതയാവും. അതിനെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന് കാലം തെളിയിക്കട്ടെ. പിന്നെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഞാൻ നെഗറ്റീവായ കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. പ്രസംഗത്തിൽ ഇവരെ ചീത്ത പറഞ്ഞില്ല, കേന്ദ്ര സർക്കാരിനെ വല്ലാതെ വിമർശിച്ചില്ല. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിട്ടൊക്കെ ഉണ്ട്, പൈസ കിട്ടിയില്ല എന്നുള്ളത് ധവളപത്രത്തിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വഴിയിൽ നിന്ന് തെറി പറയണമാതിരി സതീശൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ലളിതമായൊരു ചോദ്യം ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കാനുള്ളത്, അങ്ങയുടെ കാലത്ത് 10 വർഷം ഭരിച്ചപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും മോഡി മോശക്കാരനാണ് എന്നൊരു വാക്ക് എടുത്ത് അങ്ങ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. മോഡിയുടെ പേര് പറഞ്ഞ് സർക്കാരിനെ എതിർത്തിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, RSS എന്നും സംഘപരിവാർ എന്നൊക്കെ പറയാം, അത് വേറെ കാര്യം. അങ്ങനെ വാചകടിക്കലല്ല, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കുക. ഇനി പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞാൽ, പോസിറ്റീവായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കാണുന്നത് ആശാവർക്കർമാരുടെ വേതനം കൂട്ടിയത്. അത് 21,000 ആക്കിയില്ല എന്നാണ് CPM-കാരുടെ പരാതി. ചിരി വരേണ്ടത് കേട്ടിട്ട്. 1 രൂപ പോലും കൂട്ടിക്കൊടുക്കാത്ത ആളുകൾ 21,000 ആക്കിയില്ല ഒറ്റയടിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ധവളപത്രം സംബന്ധിച്ച് തർക്കം വന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, കേരളത്തിന്റെ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുള്ള സംസ്ഥാനമാണ് കേരളം. അതെങ്ങനെ മറികടക്കണമെന്ന് പുതിയ പദ്ധതികൾ വരുമ്പോൾ പ്രത്യേകിച്ചും എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമുണ്ട്. ബജറ്റും കാര്യങ്ങളൊക്കെ വരട്ടെ, അതിനെന്ത് മറുപടി പറയുന്ന അറിയില്ല. ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്ത ഒരു വാഗ്ദാനം, അത് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യമാണ്. ഇപ്പൊ പറയുന്നത് KSRTC ഓർഡിനറിയിൽ മാത്രമേ ഉള്ളൂ, വലിയ മോശമായി പോയി. ഓർഡിനറിയിൽ ആദ്യത്തെ 3 മാസം പഠനം നടത്തിയതിന് ശേഷം വേണമെങ്കിൽ കഴിയുമെങ്കിൽ മറ്റു കൊടുക്കാം. ഒരു വാഗ്ദാനം 5 കൊല്ലത്തെ സർക്കാർ കൊടുക്കുമ്പോൾ അത് ആദ്യത്തെ നടപ്പിൽ തന്നെ അത് മുഴുവൻ നടപ്പാക്കണം എന്ന് ഏതെങ്കിലും തരത്തിൽ പറയാൻ പറ്റുമോ? CPM, ഞാൻ വളരെ ലളിതമായൊരു ചോദ്യം, LDF, അത് മുഖ്യമന്ത്രി സതീശൻ ചോദിച്ച ഒരു കാര്യമാണ്. 2500 രൂപ പെൻഷൻ ആക്കും എന്ന് പറഞ്ഞ് 2021 അധികാരത്തിൽ വന്ന സർക്കാർ എപ്പോഴാണ് 2500 ആക്കിയത്? അവസാനത്തെ 2 മാസം 3 മാസം ഉള്ളപ്പോ അല്ലേ? അതുവരെ ഒന്നും മാറ്റിയില്ലല്ലോ, അതുപോലെ നിലനിർത്തി പോയില്ലേ? അപ്പോ 5 വർഷത്തെ സമയം കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ. ഇന്ദിരാ ഗ്യാരണ്ടി ഇപ്പോൾ KSRTC ബസ്സിൽ ഓർഡിനറിക്ക് കൊടുത്തു. വേണമെങ്കിൽ അടുത്ത വർഷം ഒരു 3 മാസം കഴിയുമ്പോൾ അത് ഫാസ്റ്റിലേക്ക് ആക്കാം, അത് കഴിഞ്ഞ് സൂപ്പർ ഫാസ്റ്റിലേക്ക് വേണമെങ്കിൽ ആക്കാം, അതൊക്കെ അവർ ചെയ്യട്ടെ. പക്ഷെ എന്തായാലും ഓർഡിനറി ആണല്ലോ ഇവിടെ 70% വരുന്ന ബസ്. ഓർഡിനറി ബസ്സിലാണല്ലോ സാധാരണ ആളുകൾ ദിവസവും സഞ്ചരിക്കുന്നത്. ഇതങ്ങനെയാണ്, ദിവസവും സഞ്ചരിക്കുന്നത്. ഏതായാലും ഇതൊരു വലിയ തുടക്കമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു മന്ത്രിസഭ അധികാരമേറ്റ 1 മാസത്തിനകത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്യാരണ്ടി നടപ്പാക്കുന്നു. ഇനിയിപ്പോ ബജറ്റും കൂടി വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി അറിയാം. ക്ഷേമ പെൻഷനിൽ വർധനവുണ്ടാവുമോ, കൂടുതലാക്കുമോ? അതുപോലെ 1000 രൂപ വനിതകൾക്ക് കൊടുക്കാന്ന് പറഞ്ഞത്, ഉമ്മൻചാണ്ടി ഇൻഷുറൻസ്, അതൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. വിമർശിക്കാൻ പ്രതിപക്ഷത്തിന് അധികാരമുണ്ട്, വിമർശിക്കാം. എല്ലാ ബസ്സിലും കൊടുത്തില്ല, കേരളത്തിൽ KSRTC കുറവാണ്. കേരളത്തിൽ KSRTC കുറവാന്ന് CPM-ന് ഇപ്പോഴാണ് മനസ്സിലായത്. അവർ ഇതുവരെ ഇത്രയും കൊല്ലം ഭരിച്ചപ്പോ ഗണേഷ് കുമാറിനോടൊന്ന് ചോദിച്ചേൻ, KSRTC ബസ്സും കേരളത്തിലെ സ്വകാര്യ ബസ്സും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? കേരളത്തിൽ സ്വകാര്യ ബസ് കൂടുതലാണ്. അത് ഇന്ന് രാവിലെ ഉണ്ടായ കാര്യമല്ല. ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുന്നത് KSRTC-യിലാണ്. ചിന്താ ജെറോമിനെ പോലുള്ള ആളുകൾ വന്ന് ഇമാതിരി മണ്ടത്തരം പറയുമ്പോൾ നമുക്ക് അതിന്റെ കാര്യം മനസ്സിലാവണ്ടേ? ഇന്ന് ദേവിക എന്ന് പറയുന്ന ഒരു പ്രശസ്ത പണ്ഡിത എഴുതിയിട്ടുണ്ട്, എന്തിനാണ് ഇവർക്ക് ബസ് കൊടുക്കുന്നത്? ആരാണ് ഓർഡിനറി ബസ്സിൽ സഞ്ചരിക്കുന്നത്? ഇവിടുത്തെ സാധാരണ സ്ത്രീകൾ, അല്ലെങ്കിൽ ചെറിയ കടയിൽ ജോലിക്ക് പോണവർ,
മീൻ വിൽക്കാൻ പോകുന്ന ആളുകൾ, ഇതുപോലുള്ള ആളുകളല്ലേ പോണേ. വളരെ റിമോട്ടായ ഏരിയയിൽ രാത്രി KSRTC പറ്റി നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ആള് കുറഞ്ഞാൽ പോലും ചില റൂട്ടുകളിൽ ആ വണ്ടി ഓടുന്നതുകൊണ്ടാണ് റിമോട്ടായ സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്. അവിടെയൊക്കെ പ്രൈവറ്റ് വണ്ടി ഇടോ? ഇല്ലല്ലോ. അപ്പോ യഥാർത്ഥത്തിൽ CPM ഇത്തരം വിവാദങ്ങൾ പറയാതെ സത്യസന്ധമായി മറുപടി പറയണം. ഇപ്പോ ഏറ്റവും വിചിത്രമായൊരു വാദം വന്നത് സ്റ്റാറ്റസ് പേപ്പർ അല്ലെങ്കിൽ ധവളപത്രം ഇറക്കിയപ്പോൾ അത് AI വഴി കൊണ്ടുവന്നു. AI വഴി കൊണ്ടുവന്ന എന്താ കുഴപ്പം? ഇത് വല്ല റിസർച്ച് പേപ്പറുമാണ്? മോഷ്ടിക്കാൻ വല്ലതുമാണോ? അല്ലല്ലോ, ഒരു കാൽക്കുലേഷൻ അല്ലേ. AI വെച്ചിപ്പോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, അതിനെന്താ കുഴപ്പം? AI വെച്ച് കോടതിയിൽ കേസ് വരെ വാദിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോ സ്വാഭാവികമായും AI എന്നൊരു ടൂൾ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് സതീശൻ പറയുന്നു. ഈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ കുഴപ്പമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇതൊരു ടൂളാണ്. പിന്നെ പറഞ്ഞത് ഇത് രഹസ്യം പുറത്തുവിട്ടു, ട്രഷറി ബാലൻസ് പുറത്തുവിട്ടു. സതീശൻ വളരെ കൃത്യമായി ചോദിച്ചൊരു ചോദ്യമാണ് മുഖ്യമന്ത്രി. ഈ ട്രഷറി ബാലൻസ് ആദ്യം പുറത്തുവിട്ടത് ആരാ? ഖജനാവ് പൂച്ച പറ്റി കിടക്കുകയല്ല, 5000 ഇഷ്ടം കോടി രൂപ ഞങ്ങളുടെ ട്രഷറിയിൽ ഉണ്ട് എന്ന് പറഞ്ഞത് ആരാ? ബാലഗോപാലാണ് സ്ഥാനമൊഴിയുന്ന സമയത്ത്. അപ്പൊ ആരാ അത് പുറത്തുവിട്ടേ ആദ്യം? അപ്പൊ ധവളപത്രത്തിലൂടെ പുറത്തുവിട്ടാൽ മാത്രമല്ല, അതൊരു സ്ഥിരം സംഖ്യയല്ല. 6000 കോടി രൂപ മെയ് 1 പക്ഷെ മെയ് 15 ആയപ്പോഴേക്കും അത് 2000 3000 താഴെ കോടി രൂപയായി. അത് മാറിക്കൊണ്ടിരിക്കും. പുതിയൊരു നികുതിയുടെ ഘടന വന്നാൽ അത് കൂടും, ഇത് വരും. അപ്പൊ പ്രശ്നം എന്താ? ഇതിനെ CPM ഇത് വിമർശിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഇങ്ങനെ പറയുകയും ട്രോൾ അടിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഇവരെത്ര കൂടുതൽ സതീശനെ വിമർശിക്കുന്നുവോ അത്രയും ഇവർക്ക് എതിരാവും. ഇപ്പൊ തുഫാൻ പോലെയുള്ള പദ്ധതി കേരളത്തിൽ ഒരുപാട് പേർ അതിനെ സ്വാഗതം ചെയ്യാൻ, അങ്ങനെ നിരവധി നമുക്ക് നോക്കാം. ഞാൻ സതീശൻ ചെയ്യുന്നത് ശരിയാണെന്നോ തെറ്റാണെന്നോ മുൻകൂർ തീരുമാനിക്കാൻ തയ്യാറുള്ള ഒരാളല്ല. സതീശന്റെ ഭാഗത്തും തെറ്റ് വന്നാൽ തെറ്റ് വരും. പക്ഷെ മറ്റൊരു കാര്യം കൂടി ഈ കഴിഞ്ഞ കുറച്ചു ദിവസത്തിനകത്ത് വ്യക്തമായി വന്നു. എന്താ കാര്യം? സതീശൻ ഹൈലി റിസപ്റ്റീവാണ്. കഴിഞ്ഞ 10 വർഷമായി ഒരു പത്രസമ്മേളനം ഈ മുഖ്യമന്ത്രി നടത്തുന്ന പോലെ പഴയ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. ഒരു പത്രസമ്മേളനം. തെരഞ്ഞെടുപ്പ് ഇത്രയും കഴിഞ്ഞില്ലേ, ഗോവിന്ദ മാഷ് നടത്തുന്നല്ലാതെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് അവലോകനം സംബന്ധിച്ച്? റിസൾട്ട് വന്നിട്ട് ഇപ്പൊ 2 മാസമാവും. 1 മാസം കഴിഞ്ഞു. മെയ് 5 വന്നതാണ്, മെയ് 4 വന്നതാണ്. ഇപ്പോൾ ജൂൺ കഴിഞ്ഞ് 1.5 മാസമാവും. ഒരു പത്രസമ്മേളനം നടത്തി ഇല്ലല്ലോ. എന്താ പത്രസമ്മേളനം നടന്നതിന്റെ പ്രത്യേകത? ജനങ്ങളുമായി സംവദിക്കുന്നതാണ് മാധ്യമങ്ങൾ. മാധ്യമങ്ങൾക്ക് എത്ര ചോദ്യം വേണ്ടി ചോദിക്കാം. മന്ത്രിസഭാ ബ്രീഫിംഗ് അത് AK ആന്റണി മുതൽ തുടങ്ങി വെച്ചൊരു സംഗതിയാണ്. അത് പിണറായി വിജയന്റെ കാലത്തല്ലേ ഇല്ലാതായത്? EK നായനാർ, K കരുണാകരൻ, VS അച്യുതാനന്ദൻ ഇവരൊക്കെ ചെയ്തത് എന്തേ പിണറായി വിജയന്റെ കാലത്ത് നഷ്ടപ്പെട്ടു പോയത്? ഇപ്പൊ മോഡിയുടെ ലൈനാ. എന്തിനാ പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ കാര്യം എന്നാ ചോദിക്കണേ? ഇതന്നെയാ മോഡിയും ചോദിച്ചത്. 12 കൊല്ലമായിട്ട് പത്രസമ്മേളനം നടത്തിയിട്ടില്ല. മോഡി ചോദിക്കണതിന് ന്യായീകരിച്ചുകൊണ്ടാണ് പിണറായി വിജയന്റെ ആളുകൾ ഇപ്പൊ പറയുന്നത്. ഞാൻ പറഞ്ഞു, പത്രസമ്മേളനം സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം വളരെ പ്രധാനമാണ്. അത് മറ്റവന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന മാധ്യമ പ്രവർത്തനമല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള പൊതുവിഷയം ഒരു ചോദ്യം 5-6 തവണ മാറി ചില ചാനലുകളും പത്രങ്ങളും ഇരുന്ന് ചോദിച്ചു സതീശന്റെ അടുത്ത്. വളരെ കൂളായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ വന്നൊരു പ്രശ്നം എന്താ അറിയൂ? പത്രക്കാരോട് ചോദ്യം ചോദിച്ചിട്ട് മിണ്ടിയില്ല. ഏത് ചോദ്യം? ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് ചെയ്തതിനെ പറ്റി അഭിപ്രായം പറയാൻ. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇപ്പൊ പറയുന്നില്ല എന്ന്. അതെന്തോ വലിയ അപരാധമാണ്. പത്രക്കാർ ചോദിച്ചാൽ മറുപടി പറയണം. കടക്ക് പുറത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഏത് ചോദ്യത്തിനാണ് പിണറായി വിജയൻ നേരിട്ട് പത്രക്കാരോട് മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെ? ഇപ്പോ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോ ഒന്ന് ഇങ്ങനെ മുഷ്ടിയൊക്കെ ചുരുട്ടി എന്തോ പറഞ്ഞു. അതുപോലും ഏകപക്ഷീയമായ മോണോലോഗ, തിരിച്ചുള്ള ചോദ്യമൊന്നുമില്ല. അപ്പൊ ചുരുക്കത്തിൽ മറ്റൊരു കാര്യം കൂടി പറയണം ഇതിൽ പ്രധാനമായി. CPMന് LDF ഇരുന്ന ഒരു കാലത്ത് സംഭവിച്ച ഒരു പ്രധാന കാര്യം, അങ്ങോട്ടൊന്നും പറഞ്ഞാൽ ഒരു ഏൽക്കലുമില്ല. ഇപ്പോ ബന്ധു നിയമന വിഷയം വന്നു. സണ്ണി ജോസഫിന്റെ ബന്ധു നിയമന വിഷയം വന്നപ്പോ ശക്തമായ എതിർപ്പ് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും പൊതുസമൂഹത്തിലും ഉണ്ടായി. അത് മാറ്റേണ്ടി വന്നില്ലേ? ശ്രീമതി ടീച്ചറുടെ മരുമോളെ കുക്കായി നിയമിച്ചപ്പോ അത് മാറ്റിയോ? ശ്രീമതി ടീച്ചർ മരുമോൾക്ക് എന്ത് രാഷ്ട്രീയം ഉണ്ടായിരുന്നു? സണ്ണി ജോസഫ് നിയമിച്ച അളിയന് അദ്ദേഹം കുറെ കൊല്ലങ്ങളായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അതൊരു തർക്കം ഉണ്ടായില്ല, ഒരു പ്രശ്നവും ഉണ്ടായില്ല. പിന്നെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കൂ. വെള്ളാപ്പള്ളി നടേശൻ ആണ് ഈ കുഴപ്പത്തിന് മുഴുവൻ കാരണം. ഇപ്പൊ പാർട്ടി അവസാനം കണ്ടെത്തിയല്ലോ CPM.
ഇപ്പോഴും പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴും അത് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല ആരാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. ലോക്കൽ കമ്മിറ്റി, ആലപ്പുഴ ലോക്കൽ കമ്മിറ്റിയോ അമ്പലപ്പുഴ ലോക്കൽ കമ്മിറ്റിയോ ഒന്നുമല്ലല്ലോ വെള്ളാപ്പള്ളി നടേശനെ വിളിച്ചുകൊണ്ടത്. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് തുടക്കടിച്ച് കൈയടിച്ചത് പിണറായി വിജയൻ ഇരിക്കുന്ന സദസ്സിലാണ് എന്ന് പറഞ്ഞില്ല. പക്ഷേ കോൺഗ്രസ് അധികാരമേറ്റ്, UDF അധികാരമേറ്റ് ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോകുന്നു. ആരാ വിമർശിച്ചത്? യൂത്ത് കോൺഗ്രസിൽ നിന്ന് തുടങ്ങി വിമർശനം. തിരുത്തി, അത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടു. അതിന്റെ ഫലം എന്താ? ആലപ്പുഴയിൽ ഒരു ഫംഗ്ഷന് വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കില്ല എന്ന് ആലപ്പുഴയിൽ നിന്നുള്ള 2 മന്ത്രിമാർ, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും എക്സൈസ് മന്ത്രി ലിജുവും പറഞ്ഞു. ഇത് പറയാൻ ധൈര്യമുണ്ടോ CPM-കാർക്ക്? ഹിന്ദുത്വ വർഗീയവാദിയായ ക്രിമിനൽ കേസിൽ പ്രതിയായ വെള്ളാപ്പള്ളി നടേശന് കൂടെ ഞങ്ങൾ ഇരിക്കില്ല എന്ന് പറയാൻ ധൈര്യമുള്ള CPM നേതാക്കന്മാരുണ്ടോ ഇവിടെ? ഇല്ലല്ലോ. അപ്പൊ പ്രശ്നം എന്താ? പ്രശ്നം ഇത് കറക്റ്റബിൾ ആണ്. UDF-ന് തെറ്റുപറ്റും. തെറ്റുപറ്റിയാൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം, റിവേഴ്സ് ചെയ്യാം. അതിനിവിടെ പൊതുസമൂഹമുണ്ട്, ശക്തമായ പ്രതിപക്ഷമുണ്ട്, അതുപോലെ കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഒരു കറക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതാണ് ജനാധിപത്യമായിട്ട് കാണുന്നത്. ട്രംപ് ഒരു തീരുമാനം എടുത്താൽ എല്ലാ റിപ്പബ്ലിക്കന്മാരും ട്രംപിനെ പിന്തുണയ്ക്കില്ല. ട്രംപിനെ എതിർക്കുന്ന റിപ്പബ്ലിക്കന്മാർ അവിടെയുണ്ട്. അതാണ് ജനാധിപത്യം. അത് തന്നെ ഇവിടെയും വേണ്ടതും. ഒരു പ്രാവശ്യം വെള്ളാപ്പള്ളി നടേശന്റെ വിഷയത്തിൽ, ആദിത്യനാഥിന്റെ വിഷയത്തിൽ പാർട്ടിയിലെ ഏതെങ്കിലും തലയ്ക്ക് വെളിവുള്ള ഒരു നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ, കാരണഭൂതൻ തിരുവാതിര ആ താളം പിടിച്ചില്ലേ MA ബേബി, അന്ന് പറയണ്ടേ സഖാവെ ഇതല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ പാരമ്പര്യം എന്ന് പറയണ്ടേ? ഒരു വാക്ക് അന്നു മുതല ഇന്നും പിണറായി വിജയനെതിരെ പറയാൻ കഴിയാത്ത, ഒരു കറക്ഷനും സാധ്യമല്ലാത്ത ഒരു സംവിധാനത്തിൽ നിന്ന് ജനാധിപത്യത്തിലെ ഒരു ഫ്ലെക്സിബിൾ ആവണം ജനാധിപത്യം, ഒരു സംവിധാനമാണ് UDF എന്നാണ് ഇത്ര ദിവസം കൊണ്ട് തോന്നുന്നത്. കാത്തിരുന്ന് കാണാം.